ബാക്ക് ടു അഞ്ജലിസ് കറിവേൾ. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു ലഞ്ച് റെസിപ്പി ആയിട്ട് കേട്ടോ. സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ലഞ്ച് റെസിപ്പി റെഡി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു നാടൻ കറിയിൽ തുടങ്ങാം കേട്ടോ. കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ടായിരുന്നേ. അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 2 വിസിൽ വരുമ്പോൾ തീർക്കുക. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മുരിങ്ങെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവല്ലേ, മുരിങ്ങലയും ചക്കക്കുരു കറി കേട്ടോ. ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം പോകാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു മൺചട്ടി എടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കുക കേട്ടോ. കുറച്ച് കടുകും കറിവേപ്പിലയും ചുവന്ന മുളകില്ലേ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കുറേ നാളായില്ലേ ലഞ്ച് റെസിപ്പീസ് ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് തന്നെ ലഞ്ച് റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കടുകിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു 2 വെളുത്തുള്ളി ഇല്ലേ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓപ്ഷനാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ മുരിങ്ങയിലില്ലേ അത് നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. മുരിങ്ങയില ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് വാടി വരുമ്പോൾ തീർക്കും. ഒന്ന് വെയിറ്റ് ചെയ്യണേ. കണ്ട, ഈ സമയത്ത് നമുക്ക് നമ്മൾ മുരിങ്ങയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് വേവാൻ ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടിയിട്ടാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെയാണ് മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലത്തെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറിക്ക്. ഇനി മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. ഇത്രല്ല വേണ്ടേ. ഇനി ആ സമയം കണ്ട് നമ്മൾ ചക്കക്കുരു വെന്തിട്ടുണ്ടെന്ന് നോക്കാം. കണ്ട, അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. മൊത്തം ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ചക്കക്കുരുല്ലേ ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ.
ഇതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു പച്ചമുളക്. ഞാൻ ചക്കക്കുരു വേവിക്കുമ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. കണ്ട നമ്മുടെ കറി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ അരച്ച് കൊണ്ടുവന്ന പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടെടുത്ത ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ട നാടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും ഒന്ന് തിളച്ച് വരണം കേട്ടോ. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണമല്ലോ. കണ്ട ഒരു 2-3 മിനിറ്റ് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഓഫാക്കിയിട്ട് എടുക്കാം കേട്ടോ. കണ്ട ഇങ്ങനെ ഗ്രേവിയുള്ള സമയത്ത് നമുക്ക് ഓഫാക്കി വെച്ചാൽ നമ്മൾ കൂട്ടുമ്പോൾ കുറച്ചുകൂടി തിക്കായി കിട്ടും കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരി റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇന്ന് കായും പയറും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കാച്ചെടുക്കാം. ഒരു 5-6 ചെറിയുള്ളി എടുക്കുക. പിന്നെ ഒരു വെളുത്തുള്ളി എടുക്കുക. ചതച്ചിട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് കാച്ചെടുക്കുകയാണെന്നല്ലോ കേട്ടോ. സിമ്പിളല്ലേ, അതാണ് ഇത് കൂടുതൽ കാണിച്ചിട്ടില്ല. നമുക്ക് അപ്പുറത്തെ അടുപ്പത്ത് ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഊറ്റിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ട്രെൻഡിയുള്ള ചമ്മന്തി ഇല്ലേ, മാങ്ങ തക്കാളിയുടെ ചമ്മന്തി, അത് റെഡിയാക്കാം കേട്ടോ. ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, നല്ല പുളിയുണ്ട് കേട്ടോ. 2 തക്കാളി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. പിന്നെ മാങ്ങ കട്ട് ചെയ്തത് ഇങ്ങനെ അരച്ച് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചമ്മന്തി കൂട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കഴിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. കുക്കായി കിട്ടും. തക്കാളിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിനകത്തൊരു ബോളിലൊക്കെ മാറ്റേണ്ടതുണ്ട്. ചെറിയൊരു ചൂടുണ്ട്. അത് ചൂടാറിയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചതയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതുണ്ടെങ്കിൽ അതിൽ തന്നെ ചതച്ചെടുത്താൽ മതി കേട്ടോ. ഒന്ന് പൾസ് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ മതി. ചെറിയ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് എടുത്തിട്ട് അല്ല ഇങ്ങനെ വേണം കേട്ടോ. നല്ല പേസ്റ്റായിട്ട് വേണ്ട, ഒന്ന് തരത്തിരി പോലത്തെ വേണം കേട്ടോ. അടിപൊളി ചമ്മന്തിട്ടാ. ഇത്തിരി ഉപ്പ് കുറവുണ്ട്, ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലൊക്കെ ഇടുമ്പോൾ ഒരു പകുതി സവോലയും പിന്നെ ഉപ്പും ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. എൻ്റെ വീഡിയോ ഒന്ന് മിക്സായി പോയിട്ടുണ്ട്. ഇത്തിരി ഉള്ള കേട്ടോ. നമ്മൾ ചൂണ റെഡി ആയിട്ടുണ്ട്. വിളമ്പും ഇതിൻ്റെ കൂടെ അച്ചാറുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ഉപ്പേരിയും പിന്നെ നമ്മളുണ്ടാക്കിയ ചമ്മന്തിയും ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും പിന്നെ ചമ്മന്തിയും അടിപൊളിയായിട്ടില്ലേ ഇരിക്കണേ.
എല്ലാവരും ട്രൈ ചെയ്തതിനൊക്കെ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.